പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് എന്താ പറയുക, എൻ്റെ ഹെൽത്ത് മിക്സ് വന്നിട്ട് ഇതുണ്ടോ, തൈര് യൂസ് ചെയ്തിട്ട് ഉപ്പിട്ടിട്ട് എങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എന്തൊക്കെ എന്താ പറയുക ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എങ്ങനെയാണ് ഷുഗർ പേഷ്യൻസിന് എങ്ങനെ കഴിക്കാൻ പറ്റും, അവർക്ക് പിന്നെ കുറേ പേർക്ക് പാൽ ഇഷ്ടമല്ല, കുറേ പേർക്ക് മധുരം കൂടുതൽ കഴിക്കുന്നത് ഇഷ്ടമല്ല, നാട്ടു ചക്കരയാണെങ്കിൽ കൂടുതൽ ഇഷ്ടമല്ല, അങ്ങനെയുള്ള കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഞങ്ങൾക്ക് മാക്സിമം മധുരം അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇന്നിവിടെ പറയുന്നത്. ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കുറേ മാസങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട് അവരിപ്പോൾ ഫുൾ ആൻഡ് ഫുള്ള് മീൽസ് ഒഴിവാക്കിയിട്ട് ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്കലും ഒക്കെ ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് കുറേ കാലിൽ നീരും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതേമാതിരി ജോയിൻറ്റ് പെയിനും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് അവർ നേരിട്ട് പറഞ്ഞ ഒരു അനുഭവം, അത് ഭയങ്കര സന്തോഷമായി. എന്താ പറഞ്ഞാൽ അപ്പം നമ്മൾക്കിത് വന്നിട്ട് മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് കഴിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂണ് എടുക്കുക, എന്നിട്ട് ഒരു പൊട്ട് ഉപ്പിടുക, എന്നിട്ട് 2 മിനിറ്റ് കുറുക്കുക. അതിന് ശേഷം നമുക്ക് ഓഫാക്കിയിട്ട് കട്ടത്തൈര്, പുളിപ്പില്ലാത്ത കട്ടത്തൈര് ഇട്ടിട്ട് നല്ല സ്മാഷ് നല്ലൊന്ന് കലക്കുക. അതിൻ്റെ കൂടെ കലക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഒരു ഇത് കിട്ടും, അപ്പോൾ കുറുക്കി കിട്ടും. അതിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഉച്ചയ്ക്കലാണെങ്കിൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ കൂടെ എപ്പോഴും വെക്കുമല്ലോ, കറികൾ വെക്കും, സാമ്പാറാണെങ്കിൽ സാമ്പാർ, അല്ല ഫിഷ്, ചിക്കൻ, എന്താ വെച്ചാൽ പൊരിയൽ എന്താണെങ്കിലും സൈഡ് ഡിഷായിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാലൻസിങ് ഡയറ്റായിട്ട് ഉപയോഗിക്കുക. ഷുഗർ പേഷ്യൻസിന് ഉപയോഗിക്കുക. ഇന്നത്തെ കുട്ടികൾ, ചെറിയ കുട്ടികൾക്കടക്കം പാരൻസ് മധുരം അവോയ്ഡ് ചെയ്യണം, ഷുഗർ നന്നല്ല എന്ന് പറഞ്ഞിട്ട് മധുരം അവോയ്ഡ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടികൾക്ക് മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഉപ്പിട്ടിട്ടാണ് കൊടുക്കുന്നത്, ലൈറ്റായിട്ട് ഉപ്പിട്ടിട്ട്. അപ്പം അങ്ങനെയാണെങ്കിലും ഉപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് തൈരിൻ്റെ തന്നെ പുളിപ്പുണ്ടാവും, അത് മതി. അപ്പോൾ അങ്ങനെയാണെങ്കിലും കൊടുക്കുക കുട്ടികൾക്ക്. അപ്പം നല്ലൊരു റെസിപ്പിയാണ്, നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേമാതിരി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ രീതിയിൽ കഴിക്കാൻ പറ്റും. അപ്പം നല്ല കാര്യങ്ങൾ കുറച്ച് നല്ല ആൾക്കാരിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഇതൊക്കെ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇവിടെ കഴിച്ചു നോക്കാം കേട്ടോ നമുക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല ട്രൈ ചെയ്യുക. ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.